തിരുവനന്തപുരം നഗരസഭയിലെ പരാജയത്തിന് പിന്നിൽ CPM-ൽ പൊട്ടിത്തെറി. അടിയുറച്ച പ്രവർത്തകരെ അവഗണിച്ച് ഇഷ്ടക്കാർക്ക് സീറ്റ് നൽകിയതും നഗരസഭയിലെ അഴിമതിയും സ്വർണ്ണക്കവർച്ചയുമെല്ലാം പരാജയത്തിന് കാരണമായെന്നാണ് വിമർശനം. അതേസമയം പരാജയം ചർച്ച ചെയ്യാനൊരുങ്ങുകയാണ് CPM. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഇടതുമുന്നണിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. തുടർച്ചയായ 45-ാം തവണയും വിജയം ആവർത്തിക്കുമെന്നായിരുന്നു CPM കരുതിയത്. എന്നാൽ കോട്ടകളിൽ തന്നെ വിള്ളൽ വീഴ്ത്തിയാണ് BJP വിജയിച്ചു കയറിയത്. കനത്ത പരാജയത്തിൽ CPM ജില്ലാ കമ്മിറ്റിക്കെതിരെ പടയൊരുക്കം ആരംഭിച്ചതായാണ് സൂചന. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും നേതൃത്വത്തിന്റെ തെറ്റായ സമീപനങ്ങളും നഗരസഭയിലെ അഴിമതിയുമെല്ലാം പരാജയത്തിന് കാരണമായി. CPM-ന്റെ അടിയുറച്ച വാർഡായ കടകംപള്ളിയിലും കനത്ത പരാജയമാണ് പാർട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതെല്ലാം നേതൃത്വത്തിന്റെ പിടിപ്പുകേടായിട്ടാണ് കരുതുന്നത്. പലയിടങ്ങളിലും വിമതശല്യം CPM-നെ ദോഷകരമായി ബാധിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ CPM നേതാക്കൾ അറസ്റ്റിലായതും തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു. മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി വഞ്ചിയൂർ വാർഡ് കൗൺസിലർ ഗായത്രി ബാബു രംഗത്തെത്തിയിരുന്നു. പാർട്ടിക്കും ആര്യയ്ക്കുമെതിരെ കൂടുതൽ നേതാക്കൾ വിമർശനവുമായി എത്താനും സാധ്യതയുണ്ട്. ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിഷയം ചർച്ചയായേക്കും. പരാജയം കടുത്ത നാണക്കേടിലേക്കാണ് CPM-നെ തള്ളിവിട്ടത്. ജില്ലാ സെക്രട്ടറി V. ജോയി അടക്കം ഇതിന് മറുപടി പറയേണ്ടി വരും. ജനം, തിരുവനന്തപുരം.